Morning students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Use Laplace transform to solve y double dash plus 3y dash plus 2y is equal to u of t minus 1, y0 is equal to 0, y dash 0 is equal to 0. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ ഈ ഡിഫറൻഷിയേഷൻ സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ടേക്ക് y double dash plus 3y dash plus 2y is equal to u of t minus 1. First step എന്താണ്? Taking Laplace transform. Taking Laplace transform on both sides. നമുക്ക് എന്ത് കിട്ടും? L of y double dash plus 3 into L of y dash plus 2 into L of y is equal to L of u of t minus 1. L of y double dash എന്താണ്? Laplace transform derivative. S square y bar minus s y0 minus y dash 0. Bracket close ചെയ്യാം. Plus 3 into L of y dash എന്താണ്? S into y bar minus y0 plus 2 into L of y എന്ന് പറഞ്ഞാൽ എന്താണ്? y bar. This is equal to right hand side എന്താണ്? Laplace transform of u of t minus 1. u of t minus 1 എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus a is equal to e raised to minus as by e raised to minus as by s ആണ്. ഓർമ്മിക്കണം കേട്ടോ, ഈ ഒരു ഫോർമുല ഓർമ്മിക്കണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ e raised to minus as by s ആണ്. അപ്പൊ ആ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ e raised to minus s by s. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? രണ്ട് വശത്തും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാനായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സിന്റെ ഫോർമുല അപ്ലൈ ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിലോ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചെയ്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. e raised to minus as by s എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ e raised to minus s by s. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ s square y bar minus s into y0 എത്ര തന്നിരിക്കുന്നത്? 0. y dash 0 എത്ര തന്നിരിക്കുന്നത്? 0. y0 യും 0 ആണ്, y dash 0 യും 0 ആണ്. പ്ലസ് 3 into s y bar minus 0 plus 2 into y bar is equal to e raised to minus s by s. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ s square y bar ഒരു ടേം ഉണ്ട്, പിന്നെ ഈ ടേം 0 ആയി പോയിട്ടില്ല. പ്ലസ് 3s y bar പിന്നെ ഏതാ ഉള്ളത്? പ്ലസ് 2y bar is equal to e raised to minus s by s എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? s square കൊടുത്ത് s square plus 3s plus 2 into y bar is equal to e raised to minus s by s. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണം. This is equal to s square plus 3s plus 2. s square plus 3s plus 2 നമുക്ക് എങ്ങനെ എഴുതാം? s plus 1 into s plus 2 into y bar is equal to e raised to minus s by s. കാരണം ഇവിടെ s into s square, s into 2, 2s, 1 into s, 1 into 2. അപ്പൊ നമുക്ക് s square plus 3s plus 2 കിട്ടും. അപ്പൊ s square plus 3s plus 2 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? s plus 1 into s plus 2 into y bar. Therefore y bar എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus s divided by s into s plus 1 into s plus 2. y bar എന്ന് പറഞ്ഞാൽ എന്താണ്? L of y ആണ്. L of y is equal to e raised to minus s by s into s plus 1 into s plus 2. Therefore y സമം എന്താണ്? L inverse e raised to minus s by s into s plus 1 into s plus 2. ഇനി നമ്മൾ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈഡ് ആൻസർ ആയി. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനായിട്ട് ഇവിടെ നമ്മൾ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ. എന്താണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? ഇഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t is equal to f bar s ആണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t minus a
u of t minus a is equal to e raised to minus as f bar s. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റ് പ്രോബ്ലം. ഇവിടെ നമുക്ക് ഇൻവേഴ്സിന്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ആൾസോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് if L inverse f bar s is equal to f of t ആണെങ്കിൽ, L inverse f bar is equal to f of t ആണെങ്കിൽ, then L inverse e raised to minus as f bar s is equal to f of t minus a into u of t minus. ഈ റിസൾട്ട് ആണ് രണ്ടാമത് പറഞ്ഞ ഈ റിസൾട്ട് ആണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ y കാണണമെങ്കിൽ, ഇതിന്റെ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിൽ നിന്ന് take f bar s. Take f bar s is equal to 1 by s into s plus 1 into s plus 2. അതിനുശേഷം ഇതിന്റെ L ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. L ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ റിസോൾവ് ഇൻടു പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ a by s plus b by s plus 1 plus c by s plus 2. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 is equal to a into ഇവിടെ s പോയിട്ട് s plus 1 into s plus 2 plus b into s into s plus 2. മൂന്നാമത്തെ c into s into s plus 1. ഇതിനെ കിട്ടിയത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് a by s ന് നമ്മൾ ഈ s plus s into s plus 1 s plus 2 കൊണ്ട് ഗുണിച്ചപ്പോൾ s പോകുന്നു. അപ്പൊ s plus 1 into s plus 2. ഇവിടെ നമ്മൾ അതുകൊണ്ട് ഗുണിക്കുമ്പോൾ s plus 1 പോകുന്നു. അപ്പൊ s into s plus 2. ഇവിടെ നമ്മൾ അതുകൊണ്ട് ഗുണിക്കുമ്പോൾ s plus 2 പോയിട്ട് s into s plus 1. ഇത് നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? put s is equal to -1. s is equal to -1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്. ഈ ടൈം 0 ആയി പോകും. രണ്ടാമത്തെ ടൈം എന്ത് വരും? b into -1 into -1 plus 2. -1 plus 2 എന്താണ്? That is equal to 1. അപ്പൊ നമുക്ക് -b. Therefore b is equal to -1. അപ്പൊ ഒരു കോൺസ്റ്റന്റ് വാല്യൂ b യുടെ വാല്യൂ കിട്ടി. b is equal to എന്ത് കിട്ടി? b is equal to -1. ഇനി അടുത്ത് നമുക്ക് എയും സിയും കണ്ടുപിടിക്കാം. അടുത്ത് എയും സിയും കണ്ടുപിടിക്കാം കേട്ടോ. ഇനി ആദ്യം നമ്മൾ s is equal to -1 ആണ് കൊടുത്തത്. ഇനി put s is equal to -2 എന്ന് കൊടുക്കാം. s is equal to -2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ ഫസ്റ്റ് ടൈം 0 ആയി പോകും. സെക്കൻഡ് ടൈം 0 ആയി പോകും. തേർഡ് ടൈം ഇത് വരും c into -2 -2 plus 1. -2 plus 1 എത്രയാണ്? -1. അപ്പൊ നമുക്ക് 1 is equal to 2c എന്ന് വരും. Therefore c യുടെ വാല്യൂ എത്ര കിട്ടും? നമുക്ക് 1/2. അപ്പൊ c യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? c യുടെ വാല്യൂ 1/2 കിട്ടി. ഇനി നമ്മൾ അടുത്ത ആരെ കാണണ്ടേ? a യുടെ വാല്യൂ കിട്ടണം. a യുടെ വാല്യൂ കിട്ടാനായിട്ട് put s is equal to 0 കൊടുക്കാം. s is equal to 0 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത് കിട്ടും 1 കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡില് a into 1 into 2. അടുത്ത ടൈം 0 ആയി. അടുത്ത ടൈം 0 ആയി. അപ്പൊ നമുക്ക് a യുടെ വാല്യൂ എത്ര കിട്ടി? 1/2. അപ്പോ a യുടെ വാല്യൂ കിട്ടി. a യുടെ വാല്യൂ നമുക്ക് 1/2 കിട്ടി. അതുപോലെ b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -1 കിട്ടി. അതുപോലെ c യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 1/2. ഇനി അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Therefore a യുടെ വാല്യൂ നമ്മൾ കൊടുക്കുകയാണ് 1/2 by s plus b യുടെ വാല്യൂ എത്രയായിരുന്നു? b യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് -1 ആയിരുന്നു അല്ലെ? b യുടെ വാല്യൂ -1 by s plus 1 plus c യുടെ വാല്യൂ എത്രയായിരുന്നു? 1/2 by s plus 2. ഇനി ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? L inverse bar s is equal to ഇവിടെ 1/2 into L inverse 1 by s. 1 by s ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? e raised to L inverse 1 by s ന്റെ 1 into 1 minus 1 into അടുത്ത എന്താണ്? e raised to -t. 1 by s plus 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം e raised to -t plus അടുത്തത് എന്താണ്? 1/2 into e raised to minus. അപ്പൊ നമ്മുടെ ഇതിനെയാണ് നമ്മൾ f of t എന്ന് വിളിക്കുന്നത്. അപ്പൊ f of t നമുക്ക് എത്ര കിട്ടി? f of t is equal to 1/2 minus e raised to -t plus 1/2 e raised to -2. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. f of t എന്നുള്ള ആൻസർ കിട്ടി 1/2 എന്താണ്? 1/2 minus e raised to -t plus 1/2 e raised to -2. ഇനി നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റ് പ്രോപ്പർട്ടി ബേസിന്റെ ആൻസറിലേക്ക് എഴുതണം. ആൻസർ എഴുതുമ്പോൾ ഇവിടെ
സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? എൽ ഇൻവേഴ്സ് എഫ് ബാർ എസ് എഫ് ഓഫ് ടി ആണെങ്കിൽ എൽ ഇൻവേഴ്സ് എഫ് ബാർ എസ് എഫ് ഓഫ് ടി. ഇപ്പൊ എഫ് ഓഫ് ടി നമുക്ക് കിട്ടിയത് എത്രയാണ്? 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2t എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് എഫ് ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് എസ് ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് എസ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അപ്പൊ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2t. ഇതിൽ ഫസ്റ്റ് 1/2 കേസിൽ എഫ് ഓഫ് ടി എത്രയാണ്? 1 ആണ്. ഇവിടെ എത്രയാണ്? ഇ റേസ് ടു മൈനസ് ടി ആണ്. ഇവിടെ എത്രയാണ്? ഇ റേസ് ടു മൈനസ് 2t ആണ്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ that is equal to f of t minus a. ഇവിടെ a എത്രയാണ്? a is equal to നമുക്ക് കിട്ടുന്നത് 1 ആണ്. a is equal to 1. അപ്പൊ നമ്മൾ ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 യാതൊരു വ്യത്യാസമില്ലാതെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. 1/2 തന്നെയാണ് എടുക്കാം. മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇവിടെ ഇ റേസ് ടു മൈനസ് ടി എന്നുള്ളത് എഫ് ഓഫ് ടി മൈനസ് 1. എഫ് ഓഫ് ടി ആണ് ഇ റേസ് ടു മൈനസ് ടി. അപ്പൊ എഫ് ഓഫ് ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താവും? ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇതാണ് നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു y. വൈയുടെ ആൻസർ എത്രയാണ്? 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1. ഇതാണ് സോൾവ് ചെയ്ത് കിട്ടുന്ന വൈയുടെ വാല്യൂ. 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അപ്പൊ നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തത്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പൊ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രോപ്പർട്ടി ഏതാണ്? ഈ എല്ലോ എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ബാർ എസ് ആണെങ്കിൽ എൽ ഇൻവേഴ്സ് L of f of t minus a u of t minus a is equal to e raised to minus a s f bar s. ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ആയതിന്റെ പേരിൽ നേരെ തിരിച്ചെടുക്കാം. L f of t equal to f bar s എന്നുള്ളത് L inverse f bar s is equal to f of t ആണെങ്കിൽ L inverse f bar s is equal to f of t ആണെങ്കിൽ L inverse e raised to minus a s f bar s is equal to f of t minus a into u of t minus a. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? f of t കണ്ടുപിടിക്കണം. എഫ് ഓഫ് ടി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? ഇവിടെ എഫ് ആർ എസ് എന്നുള്ളത് 1/s ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ആണ്. അതിനെ റിസോൾവ് ഇൻറ്റു പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് നമ്മൾ ഇതിനെ 3 ആയിട്ട് തിരിച്ചു. അതിനുശേഷം അതിന്റെ ഇൻവേഴ്സ് എടുത്തപ്പോൾ ഇൻവേഴ്സ് റിസൾട്ട് എത്ര കിട്ടി? 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2t. അതാണ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞത്. അപ്പൊ എഫ് ഓഫ് ടി നമ്മുടെ കയ്യിൽ കിട്ടി. എഫ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ബാർ എസ് കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇവിടെ ആദ്യത്തെ കേസില് ഫസ്റ്റ് കേസിൽ കണ്ട 1/2 ഇൻറ്റു 1 ആണ്. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 വരുമ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നോ ചേഞ്ച്. രണ്ടാമത്തെ കേസില് -1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ആണ്. അപ്പൊ ഈ മൈനസ് ടി എന്നുള്ള എന്താക്കണം? ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. മൂന്നാമത്തെ കേസില് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ആ ടിയുടെ സ്ഥാനത്ത് കൊടുക്കണം ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ വൈഡ് ആൻസർ എത്ര കിട്ടി? 1/2 മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഈ ഒരു കേസില് ഫസ്റ്റ് കേസിൽ ഇ റേസ് ടു മൈനസ് ടി ആണ്. രണ്ടാമത്തെ കേസിൽ ഇ റേസ് ടു മൈനസ് 2t ആണ്. ഈ ഒരു കേസിൽ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1/2 യാതൊരു ചേഞ്ചും ഇല്ല. രണ്ടാമത്തെ കേസിൽ ഇ റേസ് ടു മൈനസ് ടി എന്നുള്ളത് ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. മൂന്നാമത്തെ കേസിൽ ഇ റേസ് ടു മൈനസ് 2t എന്നുള്ളത് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 by using second shifting property. Second shifting property പറയുന്നത് എന്താണ്? If L inverse f bar s is equal to f of t, then L inverse e raised to minus a s f bar s is equal to f of t minus a into u of t minus a. നമ്മൾ f of t കണ്ടുപിടിച്ചു. f of t യുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി? ഫൈനൽ ആൻസറിലേക്ക് f of t minus a into u of t minus a. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതെന്ന് ചോദിച്ചാണ് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാണ്. ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഫംഗ്ഷൻ.
എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് ഫംഗ്ഷൻ? L of u of t minus a is equal to e raised to minus as by s. ആ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus a is equal to e raised to minus as by s. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? s സ്ക്വയർ y ബാർ മൈനസ് s by 0 മൈനസ് y ഡാഷ് 0. അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് y ബാർ കണ്ടുപിടിക്കുക. y ബാർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ e raised to minus s ഉള്ളത് കൊണ്ട് we should apply the second shifting property. അങ്ങനെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം അതിൽ നിന്ന് എഫ് ഓഫ് ടി എഫ് ആർ എസ് കണ്ടുപിടിക്കണം. ആ എഫ് ആർ എസിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് 3 ആയിട്ട് തിരിക്കാം. അതിനുശേഷം അതിന്റെ ഇൻവേഴ്സ് എടുക്കാം. ആ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നത്. ആ എഫ് ഓഫ് ടി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എൽ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് എ എഫ് ആർ എസ് എടുക്കുമ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എന്ന്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് 1 കിട്ടും, അതുകൊണ്ട് 1 കിട്ടുന്നത് അങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തെ കേസിൽ ഇ റേസ് ടു മൈനസ് ടിക്ക് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ടി മൈനസ് 1. മൂന്നാമത്തെ കേസിൽ ഇ റേസ് ടു മൈനസ് 2 ടിക്ക് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.